ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിയാസ് കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയൊരു സൈഡ് ഡിഷാണ് പനീർ വെജിറ്റബിൾ ഡ്രൈ ഫ്രൈ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യണം. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 100 ഗ്രാം പനീർ, ഒരു ഉരുളക്കിഴങ്ങ്, അരക്കപ്പ് ഗ്രീൻ പീസ്, കുറച്ച് മല്ലിയില, ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു തക്കാളി അരച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. നമുക്ക് പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി അല്പം കോൺഫ്ലവറും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി പനീറിൽ ഇതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു കടായി വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ലേശം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാമേ, അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ചൂടാകുമ്പോൾ നമ്മൾ ഈ പനീർ കോൺഫ്ലവറും അല്പം ഉപ്പും കുരുമുളകും കൂടെ പുരട്ടി വെച്ച് ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ലൈറ്റാക്കി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴത്തേനും അല്പം വെള്ളം ഒഴിച്ച് ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇത് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചത് വേകാൻ വെക്കുവാണ്. വേകാൻ വെച്ചിട്ടുണ്ട്. ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒരു ലേശം ഉപ്പിടുകയാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഒത്തിരി നേരം ഫ്രൈ ആകരുത്, അതങ്ങ് ഹാർഡായി പോകും. നമുക്ക് ഇത് എണ്ണയിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു ലേശം ജീരകവും. ഇതൊന്ന് മൊരിഞ്ഞ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നാക്കി ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ വഴറ്റിയതിന് ശേഷം കാണിക്കാം. സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒത്തിരി എരി വേണ്ട. ഇതൊരു ഡ്രൈ ഐറ്റംസാണ്. ഈ ചപ്പാത്തിക്ക് ഒത്തിരി ഗ്രേവി കാണത്തില്ല, പേരണ്ടിരിക്കുക. അന്നേരം നമുക്ക് അധികം മസാല വേണ്ട ഇതിന്. ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. മസാല ഐറ്റംസ് ഇപ്പം നന്നായി മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റണം. തക്കാളിയിലെ വെള്ളമയം മാറി എണ്ണ ഇതുപോലെ പിരിഞ്ഞ് വരുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നമ്മൾ സവാള വഴറ്റാൻ നേരം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടാൻ, വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം.
തീ കുറച്ച് വേണം നന്നായി ഇതുപോലെ വഴറ്റാൻ. ഇത് എത്രത്തോളം വഴറ്റുന്നോ എണ്ണ തെളിഞ്ഞ് വരുന്നു അതാണ് മസാലയ്ക്ക് രുചി കൂട്ടിത്തരുന്നത്. നല്ല ടേസ്റ്റ് അപ്പോഴാണ് കറിക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. ഒരു ടേസ്റ്റ് മേക്കറായിട്ട് ഒരു നുള്ളു പഞ്ചസാര. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒത്തിരി ചാറാക്കുന്നില്ല, ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. നമ്മൾ ബട്ടറും വേണേൽ ഒഴിച്ചു കൊടുക്കാം. വെണ്ണ ഇതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇട്ടാൽ അത് വേറൊരു ടേസ്റ്റായിട്ട് വരും. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഇനിയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല ഈ പനീറിലും ഉരുളക്കിഴങ്ങിലും പീസിലും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള ഒരു ഡ്രൈ ഐറ്റംസാണ് ഇത്. ചപ്പാത്തിക്ക് വളരെ നല്ലതാണ്. ചപ്പാത്തി, പൊറോട്ട, പൂരി എന്നിവയ്ക്കെല്ലാം ഇത് നല്ലതാണ് കേട്ടോ. ഇനി സെർവ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ പനീർ വെജിറ്റബിൾ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ പറയണം കേട്ടോ. ഇതുപോലെ പനീറിൻ്റെ മറ്റൊരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പനീർ മട്ടർ മസാല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കയറി കാണണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ബായ്.